എന്താടി ഇത്ര കാര്യമായിട്ട് പ്രാർത്ഥിച്ചേ? നിന്റെ കുശുമ്പൊന്ന് മാറാൻ. നടക്ക്. ലേഡി, നിന്റെ നേരിൽ ആൽത്തറയിലൊക്കെ നിന്നെ തന്നെ നോക്കണ്. ഇവനാണെങ്കിൽ ഒരു പണിയും കൊടുക്കില്ല. കൈയാണെങ്കിൽ കരിങ്കല്ല് പോലെയാണ് ഇരിക്കുന്നത്. നീ എന്തെങ്കിലും വച്ചിരിക്കില്ലേ? ആ അഭിപ്രായം കണ്ടിട്ട് മതിയടാ മതിയടാ, ചുമ്മാ നീ തോറ്റത്. എണീറ്റ് പോടാ. ഇനി ഞാൻ പിടിക്കട്ടെ. എന്നെ തോപ്പിക്കാൻ പറ്റുന്ന നോക്കട്ടെ. വാ പിടി കാണാട്ടാ. ഞാനിവിടെ ഉണ്ട്. ആ മറുപടി ഒന്നും പറഞ്ഞില്ല. തന്നോട് എത്ര വട്ടോ പറയണേ എനിക്ക് തന്നെ ഇഷ്ടമല്ലെന്ന്? ഹേയ്, അങ്ങനെ പറയരുത്. തന്നെ മാത്രം മനസ്സിൽ കൊണ്ട് നടക്കണ എന്നോട് അങ്ങനെയൊന്നും പറയരുത്. ഇതൊരു നടക്കി പോകൂല. പിന്നെ നീ നല്ല അടി മേടിച്ചിട്ടേ പോവുള്ളൂ. ഇത് അസൂയാണ്. കൂട്ടുകാരിക്ക് നല്ല കൂട്ടുകാരനെ കിട്ടാത്തതിന്റെ അസൂയ. അയ്യ, നീ ഒന്ന് അടി. ആ അല്ല, പിശാച്. അവൻ അപ്പൊ ശരി, തന്നെ കൊണ്ട് ഞാൻ പറയിച്ചോളാം. വാടകയുണ്ട്. ഓ, എന്താണ് ആശാനെ? നോക്കടാ നോക്കിക്കടാ. എന്താണ് ഇത്? എടാ, ഷിനുവിന്റെ പിള്ളേരോടുത്ത പണിയായത്. ആണോടാ? പറഞ്ഞു കൊടുക്കണ. ഞാൻ ഒരു കുപ്പി മേടിക്കാൻ വേണ്ടി ബീവറേജിൽ പോയതാ. അപ്പോൾ ഞാൻ നിന്ന് ക്യൂവിലേക്ക് അവന്മാർ ഇടിച്ചു കയറി. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഈ ക്യൂവിലേക്ക് ഇടിച്ചു കയറി? ഇപ്പോൾ തല്ലി. നമുക്ക് ചോദിക്കണം. ആശാൻ കയറി വണ്ടി എടുക്കടാ. ചേട്ടാ, ഞാൻ ഭയങ്കര വെടിവെപ്പുകാരനാണോ? എടോ, വെടിക്കെട്ടുകാരനാണ്. ചേട്ടാ, ഈ പ്രാവശ്യത്തെ വെടിക്കെട്ട് ഞാനാണ് സ്പോൺസർ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ചേട്ടൻ വെടിയങ്ങ് അടിച്ചങ്ങൾ അല്ല, വേറൊന്നുമല്ല ചേട്ടാ. 10-12 കൊല്ലം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ്. അതുകൊണ്ട് ചേട്ടൻ ഒന്ന് അറിഞ്ഞങ്ങോട്ട് പെരുമാറിക്കോണം. ഈ ഗൾഫുകാരനല്ലേ? പക്ഷെ കണ്ടാ പറയൂലട്ടാ, നിന്റെ വെടി പൊട്ടിക്കും. എന്താ പോരെ? ഓക്കെ, പോരാ പോരാ, ഇങ്ങോട്ട് പോരാ. കണ്ടോ വെള്ളം വരാത്ത? നീ വന്നപ്പോ മുതൽ ഈ വാഷ്റൂമിൽ നിൽക്കുകയാണല്ലേ, ഇതുവരെ വെള്ളം വെച്ച് തരുന്നില്ലേ? അതിന് വെള്ളം നിന്നിരിക്കാണ് ആശാൻ. ഇത് അത് ശരി. പിന്നെ എന്തിനാണ് ഈ വാഷ്റൂമിൽ നീ ഇവിടെ നിൽക്കണേ? വെള്ളം വരുമെന്ന് അറിയാൻ വേണ്ടി നിക്കണതാ. എന്നിട്ട് അറിഞ്ഞ? ഏയ്, വെള്ളം വരാൻ സാധ്യതയൊന്നും ഇല്ല. എങ്കിൽ നീ കാര്യം ചെയ്യടാ, ആ പെയിന്റിംഗ് എടുത്ത് കലക്കടാ. ആശാൻ അറിയാൻ പാടില്ലേ എനിക്ക് പെയിന്റ് അലർജി ആണെന്നുള്ള കാര്യം? നന്നായി. എന്നിട്ടാണ് നീ ഹെൽപ്പിന്റെ പണിക്ക് വന്നിരിക്കുന്നത്. വെള്ളം പിടിക്കല് ഹെൽപ്പറി പെട്ടതല്ല ആശാനെ. അത് ശരി. അപ്പൊ വൈകുന്നേരം വരെ ഇതും പിടിച്ചിട്ട് നിൽക്കാനാണ് പ്ലാൻ? ഇല്ല, നിന്നെയൊക്കെ കൊണ്ട് പണിക്ക് വന്നില്ലേ? ആ എന്നെ വേണം പറയാ. ദൈവമേ, എല്ലാവരും കള്ളന്മാരാണ്, എല്ലാവരും കള്ളന്മാരാണ്. ദൂരത്തോടെ കിടന്ന് ഉറച്ചോണ്ടിരിക്കുന്നു. കളടാ, കളഞ്ഞിട്ട് പോടാ, വഴി കളഞ്ഞിട്ട് പോടാ. പോ മര്യാദക്ക് പണിയെടുക്കാൻ നോക്കടാ, കള്ളപ്പണി എടുക്കാണ്ട്. എടാ മോനെ സജിയടാ, ഈ പണി തീർന്നിട്ട് ഇതിൽ നിന്നെങ്കിലും കിട്ടിയിട്ട് വേണം കഴിഞ്ഞ പണിക്ക് കടമാറ്റ കാശ് കൊടുക്കാൻ. ഇല്ലെങ്കിൽ അമരനെ പൊക്കി ഏറി നിർത്തും, അറിയാലോ. മനുഷ്യനെ കൊല്ലല്ലേ, ഞങ്ങൾ മരിച്ച് പണിയെടുക്കും ആശാനെ. കണ്ടില്ല തുടങ്ങടാ. ആശാനെ, കാലത്ത് വെച്ച് പുട്ട് ചതിച്ചെന്ന് തോന്നണേ. ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരട്ടെ. എന്താണ് ഇത്? എന്റെ ദൈവമേ, ഞാൻ ഈ പണിക്കില്ല. എന്തൊരു തൂറലാടാ ആശാനെ. എടാ എടാ എടാ, എന്തെങ്കിലും ചെയ്യടാ. ചെയ്തോണ്ടിരിക്കടാ. ഈ വഴി നോക്കി ഇവിടെ എത്തിയ ചന്ദ്രിക എത്തി. രമണന്റെ ഇന്നത്തെ പണി തീർന്നു. കാവ്യ 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 അല്ല, നിമിഷം നിമിഷം പണിയെടുക്കടാ. വാ നീ
എന്തിയാടാ കാവ്യ പിന്നെ ഇത് പോയടാ ഇവിടുത്തെ നിമിഷം വന്നേക്കാണ് അന്നേരം ഒരു കാവ്യം തീർത്തവൻ നിന്റെ പണിയെടുക്ക്. ദാ കുടിക്ക്. ഇവന്മാരാണ് ഇനി പണിക്ക് വിളിച്ചേക്കുന്നത്. അത് ആശാനെ ബാപ്പ വിളിച്ച് ഏൽപ്പിച്ചതാടി. എന്നിട്ട് ബാപ്പ എവിടെ? ഞാൻ പറഞ്ഞില്ലേ, ഉമ്മയും ബാപ്പയും ഇത്താത്തന്റെ വീട്ടിൽ പോയി. പറ്റിയ ആൾക്കാരാ. അതെ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ. നീ എന്നെ കാണാൻ വന്നതാണോ അതോ സജി ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണോ? ഒന്ന് പോടിയാണ്. ഹസീന, ഹസീന, എന്താ? ഒരു കുപ്പി വെള്ളം വേണമായിരുന്നു. എനിക്കറിയാം വെള്ളമൊക്കെ വേണ്ടി വരുമെന്ന്. നിനക്കാണടാ ഇന്നെന്താ ക്ലാസ്സിൽ പോകാന്? തനിക്കെന്താ ഞാൻ ക്ലാസ്സിൽ പോയില്ലെങ്കിൽ? അല്ല, താൻ പഠിച്ചൊരു ജോലി കിട്ടിയാൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ അതൊരു ആശ്വാസമാകില്ല കുട്ടി. അയ്യടാ, തന്നെ ആരെ കെട്ടാൻ പോകുന്നത്? അങ്ങനെയൊന്നും പറയരുത്. ഹായ് വെള്ളം. അല്ല, ഈ പണി ഇന്നെങ്കിലും തീരുവോ? പെട്ടെന്ന് തീർത്തേക്കാമേ. സീനെ, ഞാൻ പോവാണേ. ശരി എന്നാ. ഇവളെ കൊണ്ട് പറയിക്കാൻ എന്തോ ഒരു മാർഗം. ഏയ് ഒന്ന് നിന്നേ. സംഗതി ഞാൻ തന്റെ പുറകെ നടക്കുന്നതൊക്കെ ശരിയാണ് എന്ന് കരുതി കാണുന്നിടത്തൊന്നും ഓടിക്കേറി നടക്കുന്ന ആൾക്കാരല്ലേ ഞങ്ങൾ. അതെ അല്ലേ? അപ്പൊ ആ കാണണോ? വൃത്തികെട്ടോ മാറ്റിച്ചല്ലോ തിണ്ടി. എന്താടാ വായ നോക്കി? ആശാന് ഇച്ചിരി പെയിന്റ് വേണമായിരുന്നു. അയ്യോ, പെയിന്റ് കിട്ടിയപ്പോ നീ ഇവിടെ മല മറിച്ച് കളയും. ആശാൻ ചുമ്മാ പെങ്കൊച്ചിനങ്ങ് വീട് ഇല്ലെങ്കിൽ ഈ പെയിന്റ് വാട്ടി എടുത്ത് തലയൊക്കെ മൊത്തം എന്താടാ ഇത്? ബെന്നിച്ചേട്ടാ, അവന്മാരാണ് ആദ്യം പ്രശ്നം ഉണ്ടാക്കുക. ഞാൻ ഒന്ന് കണ്ടിട്ട് പറ്റേ? നിന്റെ അച്ഛൻ ബെന്നിയുടെ കയ്യിൽ നമ്മളെ ജാമ്യത്തിനൊക്കെയുള്ള കാശ് വല്ലതും കൊടുത്തിട്ടുണ്ടാവോടാ? അതിന് എൻ്റെ അച്ഛൻ്റെ കയ്യിൽ എവിടെന്നാ കാശ് ആശാനെ? നിന്റെ അമ്മയുടെ ചെമിക്ക കമ്പനി വിറ്റ കാശ് എന്തെങ്കിലും കാശ് വരുമ്പോ എടുത്ത് കൊടുത്താ പോരെ? എന്ത് വിളിച്ച കോമഡിയാണ് ആശാനെ. തിരിച്ചു തല്ലാൻ പറ്റൂല, പോലീസ് സ്റ്റേഷനാണേ. പൂത്തുകുണുങ്ങിയ മാവിന്മേ മാങ്ങ പറിക്കാൻ കയറുമ്പോൾ, പൂത്തുകുണുങ്ങിയ മാവിന്മേൽ മാങ്ങ പറിക്കാൻ കയറുമ്പോൾ, ഞാനൊന്ന് വീണതും നീന്നില്ല, വിളിച്ചതും കരളേ നീയൊന്നോർക്കില്ലേ. നടേത് ചെന്നാലും ചുണ്ടൻ മാങ്ങ കണ്ടാൽ നിൻമുഖം ഓർമ്മ വരും. റസിയ അരികത്ത് വരികില്ലേ നീ. നടേത് ചെന്നാലും ചുണ്ടൻ മാങ്ങ കണ്ടാൽ. എന്ത് പോലീസ് സ്റ്റേഷൻ? അത് ആശാൻ ഇങ്ങനെയാണ് മേഡം, എന്താണെന്നറിയില്ല. പോലീസ് സ്റ്റേഷനിൽ കയറി അപ്പ പാടണം. ചെറുതായിട്ട് മര്യാദയ്ക്ക് നിന്നോ. മൈലഞ്ചിക്കാട്ടിലെ മൈലഞ്ചിക്കാട്ടിലെ കിളിച്ചുണ്ടൻ മാവിൽ കിളിക്കുട്ടം പറന്നണഞ്ഞു. റസിയ മാമ്പഴക്കാലമായി മൈലഞ്ചിക്കാട്ടിലെ കിളിച്ചുണ്ടൻ മാവിൽ അയ്യോ. ഞാനൊരു മര്യാദക്കാരനാ, എന്നെ കൊണ്ട് വെറുതെ വേഷം കെട്ടിക്കല്ലേ. ഇതിപ്പോ ബെന്നി പറഞ്ഞത് കൊണ്ടാ. എല്ലാവരോടുകൂടി പറയാണ്, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ ഇടിച്ച് നിന്റെയൊക്കെ കൂമ്പ് ഞാൻ കളയും. ഇനിയൊരു പ്രശ്നം ഉണ്ടാക്കില്ല സാറേ. ഇല്ല. എന്നാ എല്ലാരും പൊയ്ക്കോ. അയ്യോ, ചീപ്പെടുത്ത്. ഇനി ഇവൻ ചീപ്പാവും. ഒന്നല്ലോ ഇവനെന്റെ ശകുന്തള. ഇവനെപ്പോഴും ഇങ്ങനെയാണ് ഐസ് ഫ്രൂട്ടിയാ പോണത്. ചില ചൊറി പിടിച്ച പിള്ളേരെ പോലെ. അതെ, എന്താ മുഖത്തൊരു പാട്ടം? അണ്ണാൻ ചപ്പിയതായിരിക്കും. അത് അവിടെ കുറെ ചെക്കന്മാര് മൊബൈലിൽ ഞങ്ങളുടെ ഫോട്ടോ എടുത്തു. അത് ചോദിക്കാൻ ചെയ്യുന്നതിന് ഒരുത്തൻ കാവയുടെ കൈ പിടിച്ച് ഞെരിച്ചു. ആശാനെ പോകാൻ പറ്റും. ഇവനെ ഇവൻ വന്നാ ഫോൺ മേടിച്ചെന്ന് ഇവൻ എന്ത് കൊടുക്കും? എന്ത് കൊടുക്കാനാ? ഇവൻ കൊറേ നാളായല്ലേ കുട്ടിയുടെ പിന്നാലെ നടക്കണേ. ഇവനെ ഇഷ്ടമാണെന്ന് പറ മോളെ, അതിനെന്തിനാ അത്ര മടി? ആശാൻ പൊളിച്ച്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വാങ്ങിച്ചു തരാം. അത് ശരിയാവൂല, അല്ലാണ്ട് മേടിച്ചാന്നാ മതി. പിന്നെ ഒന്ന് പോയി വേറെ ആളെ നോക്ക്. വാടാ വാടാ ആശാനെ വാടാ വാടാ. വല്ല കാര്യമുണ്ടോ? ഏയ്, എന്താ ഇവള് പറയൂ. അത് താൻ പറഞ്ഞ പോരാ, ഈ കുട്ടി പറയട്ടെ. ശരി, ആ ഫോൺ എനിക്ക് വാങ്ങിച്ചെന്ന് ഞാൻ പറയും. എനിക്ക് ഇയാളെ ഇഷ്ടമാണെന്ന്. ആശാനെ എന്നാ പിന്നെ വാ.